5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ മാഡം, എന്തിനാ മാഡം കരയുന്നേ? എന്റെ ചെയിനും പെൻഡന്റും കാണാനില്ല അങ്കിൾ. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. മാലയില്ലേ, നമ്മള് കഴുത്തിലിടുന്ന സ്വർണ്ണമാല, അത് കാണുന്നില്ല. അതില് പെൻഡന്റും ഉണ്ടായിരുന്നു. പെൻഡന്റ് എന്ന് പറഞ്ഞ ഈ ലോക്കറ്റ്, ഡയമണ്ടിന്റെ ലോക്കറ്റ് അങ്കിൾ, അത് കാണാനില്ല. ഡയമണ്ടിന്റെയോ? അതെ അങ്കിൾ, എന്റെ മമ്മി എനിക്ക് വാങ്ങി തന്നതാ. വലിയ വിലയുള്ളതാ. അതവിടെ പോയി? അറിയില്ല അങ്കിൾ. ഇവിടെ വീണ് കിടപ്പുണ്ടാവും. നമുക്ക് നോക്കാം. ദേവികയോടും ലക്ഷ്മിയോടും ജയന്തിയോടും സൗന്ദര്യോടും എല്ലാവരോടും പറയാം. എല്ലാവരും ഓരോ ഭാഗത്ത് തെരഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. ഇവിടെയല്ല കളഞ്ഞു പോയത്. പിന്നെ ഇവിടെ വരുമ്പോ അതെന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വെച്ച് അതെടുത്ത് കഴുത്തിലിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള തിരക്കില് ഞാൻ കൊളുത്ത് ശരിക്കും ഇട്ടിട്ടുണ്ടാവില്ല. കൊളുത്ത് ഊരി അത് അവിടെ തന്നെ വീണിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിലാണോ വീണത്? സമാധാനമായി, അത് അവിടെ തന്നെ കാണും. മാഡം പേടിക്കണ്ട. പേടിക്കണ്ടെന്ന് പറഞ്ഞാ എനിക്ക് സമാധാനം കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ, അത് ഡയമണ്ടാ, വലിയ വിലയുള്ളതാ. നമുക്ക് വീട്ടിൽ പോയി നോക്കാം അങ്കിൾ. വാ അങ്കിൾ. മാഡം, കനൽ കലശം തുടങ്ങാൻ പോവല്ലേ? പാറു കനൽ കലശം എടുക്കുമ്പോ ഞാനിവിടെ വേണം. അത് കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. അതുവരെ ഞാൻ എന്ത് സമാധാനത്തിലാ ഇവിടെ നിൽക്കുന്നേ? നീതിയോ പട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷമേ കനൽ കലശം തുടങ്ങുന്നല്ലേ തിരുമേനി പറഞ്ഞത്. അതിനു മുൻപ് പോയിട്ട് വരാം പ്ലീസ് അങ്കിൾ, പ്ലീസ്. ശരി ശരി മാഡം, കരയണ്ട. വാ, നമുക്ക് പോയി നോക്കാം. വാ. പാറുവിനെ കാണുന്നില്ലല്ലോ. ഇനി എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവള് വരാതിരിക്കോ? ഇവളെന്തിനാ നേരം കാലവും നോക്കാതെ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിന് പകരം മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട്. നീ കട്ട് ചെയ്തല്ലേ? നീ എത്ര തവണ കട്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. സ്വാതി, ഫോൺ കട്ട് ചെയ്താൽ നിനക്ക് മനസ്സിലാക്കിക്കൂടെ ഞാനിവിടെ തിരക്കിലാണെന്ന്? നീ ഫോൺ വെക്ക. ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. കാർത്തിക്, കോള് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്താ നിനക്കറിയാലോ എന്റെ സ്വഭാവം. പിന്നെ വിളിക്കാന്ന് പറഞ്ഞില്ലേ? പറ്റില്ല. എനിക്കിപ്പം നിന്നോട് സംസാരിക്കണം. നിനക്ക് എന്നോടിപ്പം സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. സ്വാതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ എന്നോട് സംസാരിക്കുന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? പറഞ്ഞാ മനസ്സിലാവാത്തത് നിനക്കാ. നീ എന്നോടിപ്പം സംസാരിക്കണം. നിനക്കിതിന് മാത്രം എന്ത് മലമറിക്കുന്ന ജോലി അവിടെ ഉള്ളത്? നീ അവിടെ തല പോകുന്ന അവസ്ഥയിൽ നിൽക്കുവാണെങ്കിലും എന്നോട് സംസാരിച്ചേ പറ്റൂ. നിന്നോട് ഞാനിപ്പോ സംസാരിക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ശരി, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ. റേഞ്ചും ഇല്ലല്ലോ. കട്ടായിപ്പോയി. അവള് കരുതും ഞാൻ മനഃപൂർവ്വം കട്ടാക്കിയതാണെന്ന്. ഹലോ ഹലോ. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. പറഞ്ഞ സമയത്ത് എന്നെ കാണാത്തോണ്ട് തിരിച്ചു പോയതായിരിക്കോ? അതോ പരിചയക്കാർ കാണുന്ന കരുതി മറഞ്ഞു നിൽക്കുകയാണോ?